അങ്ങനെ ഉമ്മയും മൂസിനയും സംസാരിച്ചിരിക്കുകയാണ്. കുറേ നേരത്തിന് ശേഷം അതാ അനസിൻ്റെ വണ്ടിയുടെ ശബ്ദം. ആ മോളെ, അവൻ വന്നെന്ന് തോന്നുന്നു. നീ ഭക്ഷണം എടുത്ത് വെക്ക്, അവന് ഭക്ഷണം വിളമ്പി കൊടുക്കാമല്ലോ. അനസത ആരെയും ശ്രദ്ധിക്കാതെ മുകളിലേക്ക് ഓടിക്കയറി പോകുന്നു. ഇക്ക, ഭക്ഷണം കഴിക്കണ്ടേ? വരൂ. ആ പിന്നെ, ഞാൻ ചെറിയൊരു തിരക്കിലാണ്. ഒരു സാധനം എടുക്കാൻ വേണ്ടി വന്നതാ. ചെറിയൊരു പാർട്ടി. ഇപ്പോൾ വേണ്ട കേട്ടോ ഭക്ഷണം. മോനെ, ഭക്ഷണം കഴിച്ചിട്ട് പോടാ. ഇത്ര സമയമായില്ലേ? എന്നെ കാത്തിരിക്കുകയാണ് ഇവിടെ മൂസിന. ഒന്നുമില്ലെങ്കിലും നീ അതെങ്കിലും ഓർക്ക്. ഉമ്മ, ചെറിയൊരു ഫങ്ഷനുണ്ട്, ഞാനത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരാം. ആ, നീ പോയിക്കോ. അല്ലെങ്കിലും നിനക്ക് നിൻ്റെ ഫ്രണ്ട്സാണല്ലോ വലുത്. മഹർ കെട്ടി കൊണ്ടുവന്ന പെണ്ണല്ലല്ലോ നിനക്ക് വലുത്. ഒന്നില്ലെങ്കിലും അവൾ നിന്നെ കാത്തിരിക്കുന്നില്ലേ, അതെങ്കിലും ഒന്ന് ഓർത്തൂടെ? ഓ എൻ്റെ ഉമ്മ, ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു പാർട്ടിയാണ്, അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ വരാം. ആ, അത് തന്നെ ഞാൻ പറഞ്ഞത്. നീ പോയിക്കോ. ഇതില്ലാതാവുമ്പോൾ നീ പഠിച്ചോളും കേട്ടോ. ഒന്നും മിണ്ടാതെ അനസ് വേഗം വണ്ടി കയറിപ്പോയി. കണ്ടില്ലേ ഉമ്മ, ഇതാണ് ഇക്കയുടെ അവസ്ഥ. ഉമ്മ പറയും, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ എന്താണ് ഉമ്മ അർത്ഥമുള്ളത്? ഉമ്മക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. സാരല്ല മോളെ, നീ ക്ഷമിക്ക്. നമ്മളൊക്കെ കഴിയുന്ന പോലെ അവനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നില്ലേ? അവന് മനസ്സിലാകുന്നില്ല എന്ത് പറഞ്ഞിട്ടും. അവൻ്റെ കയ്യിലെ പൈസ കണ്ടിട്ടാണ് അവൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് മുഴുവനും. അതൊന്നും അവന് മനസ്സിലാവില്ല. പൈസ കഴിയുന്ന നേരത്ത് എല്ലാവരും വിട്ട് പോകുമ്പോൾ മനസ്സിലായിക്കോളും. അല്ലാതെ ഞാൻ എന്താണ് പറയുക?